വിനീതിനും വിഷ്ണു മറ്റൊരു ക്ലാസ്സിലായിരുന്നു എക്സാം കഴിഞ്ഞ് വരുമ്പോ ആമി ഒഴികെ ബാക്കി 3 പേരും പുറത്തു നിൽക്കുന്നുണ്ട്. അബി എവിടെ? വിനീത് തിരക്കി. ദേ ഇരിക്കുന്നു. നോക്കണ്ട, ഇപ്പൊ ഇറങ്ങാനെന്ന് അവൾക്ക് ഒരു ഉദ്ദേശമില്ല. മുന്നിലെ ബെഞ്ചിൽ കമിഴ്ന്ന് കിടന്നു കാൽക്കുലേറ്ററിൽ കുറ്റുന്നവളെ നോക്കി രേവതി പറഞ്ഞു. ആമിയും പിന്നെ 2-3 കുട്ടികളും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പരീക്ഷാ സമയം കഴിഞ്ഞ് 1/4 മണിക്കൂറും കൂടി ഉണ്ട്. തല ചൊറിഞ്ഞു വിട്ട് എഴുതിയത് വെട്ടിത്തിരുത്തുണ്ട്. ആമി വാതിലൂടെ പുറത്തേക്കൊന്ന് നോക്കി. മതി എഴുതിയത്, വേഗം വാ എന്ന് വാച്ചിലേക്ക് വിരൽ ചൂണ്ടി. വിഷ്ണു ആക്ഷൻ ഇട്ടിട്ട് ഇപ്പൊ വരാന്നും പറഞ്ഞു. ഒരു 10 മിനിറ്റ് എന്ന് കാണിച്ചാൽ അവളെ തന്നെ നോക്കിയിരുന്നു സഞ്ജു. ആമി പുറത്തേക്ക് നോക്കി കയ്യും കാലും കാണിക്കുന്ന കണ്ടപ്പോ വാതിലേക്ക് ചെന്ന് നോക്കി. ആമി ചൂണ്ടുവിരലിൽ നഖം കടിച്ച് അയ്യോ നായിപ്പോയി. സഞ്ജുവിനെ കണ്ടിട്ട് പുറത്ത് നിന്ന് 5 പേരും ഒന്ന് പരങ്ങി. എക്സാം കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ ഇവിടെ നിന്ന് കറങ്ങുന്നത്? സഞ്ജു കയ്യും കെട്ടി വാതില് ചാരി നിന്നു. അബിയുടെ കഴിഞ്ഞു നോക്കിയതാ. എന്തിനാണോ കഴിഞ്ഞിട്ട്? എങ്ങോട്ട് പോവാനാ? അവൻ മോനെ വെച്ച് ചോദിച്ചു. അയ്യോ സാറ്, ക്യാൻറ്റീനിൽ വരെ പോവാനാ. എക്സാം എഴുതി കഴിഞ്ഞിട്ടേ ഒരു ചൂട് ചായ കുടിച്ചാലോ എന്ന് വെച്ചിട്ടാ, വിനീത് പറഞ്ഞു. ഈ കൂട്ടത്തിൽ കുറച്ചെങ്കിലും വിവരം നിനക്കുണ്ടെന്നാ വിനീത് ഞാൻ കരുതിയത്. എന്നിട്ട് നീയും കൂടി ചേർന്നില്ലേ ക്ലാസ്സും കട്ടിയത്, ഈ പെൺപിള്ളേരെ വിളിച്ച് കറങ്ങാൻ പോയത്? അതെല്ലാവർക്കും ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്ന് പോയതാ സാർ. സോറി, വിനീത് പറഞ്ഞപ്പോ മനസ്സിലായതുപോലെ സഞ്ജു തലയാട്ടി കാണിച്ചു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എന്തിനും എഴുതിയോ? 5 പേരുടെ മുഖത്തെ മാറി മാറി നോക്കിയത്. കുഴപ്പമില്ലായിരുന്നു എന്നൊരു ഉത്തരം കോറസ് പോലെ തിരിച്ചു കിട്ടുകയും ചെയ്തു. റിസൾട്ട് വരുമ്പോ അറിയാം. ആ ശരി ശരി, നിങ്ങൾ പോവാൻ നോക്ക്. അവളെ കഴിയുമ്പോഴേ അങ്ങ് വന്നോളൂ. ഓക്കെ സാർ. എടികളെ വേഗം വാ പോവാ. വിഷ്ണു ബാഗും തൂക്കി കൂട്ടാളെയും വിളിച്ച് നടക്കുന്നത് നോക്കി. സഞ്ജു പുഞ്ചിരിയോടെ നിന്നു. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരുത്തി ആൻസർ പേപ്പറുമായി എഴുന്നേൽക്കുന്നത് കണ്ടത്. ഓടിച്ച അവളുടെ പേപ്പർ വാങ്ങിപ്പിടിച്ചു. പോകുമ്പോ എന്റെ കൂടെയാണ് വരുന്നത്? അവളോട് അവൻ സ്വകാര്യമായി ചോദിച്ചു. ഞാൻ ബസ്സിലായി. ആമിയുടെ മറുപടി പെട്ടെന്നായിരുന്നു. അവള് ഹാൾ ടിക്കറ്റ് എടുത്ത് പോകുന്നത് കണ്ടു. സഞ്ജു എളിയെ കയ്യും വെച്ച് നാക്ക് കടിച്ചു പിടിച്ചു നിന്നു. വരാന്തേന്ന് ബാഗ് എടുത്തു സഞ്ജുവിനൊന്ന് നോക്കിക്കൊണ്ടു. ആമി ക്യാൻറ്റീനിലേക്കും പോയി. ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചിട്ട് കൂട്ടുകാർക്കൊപ്പം നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ആമി വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ ഇപ്പൊ സാറിന്റെ കൂടെ പോകണ്ട, ഇനി പിന്നാലെ നടക്കട്ടെ. എന്റെ വില എന്താണെന്ന് പഠിക്കട്ടെ. അടിച്ച് പഴംതുണി പോലെ ആക്കിയതല്ലേ അന്ന്, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ആമിനെ ഒടിഞ്ഞുകൊണ്ടിരുന്നു. ബസ് ഇറങ്ങി വഴിയിലൂടെ നടന്നു. വീടിന്റെ ഗേറ്റെത്തിയപ്പോഴാണ് അത് പൂട്ടിക്കിടക്കുന്ന കണ്ടത്. ആമി അബദ്ധം പറ്റിയതുപോലെ തലയിൽ കയ്യും വെച്ചു. രാവിലെ അവനേക്കാൾ മുന്നേ പോയതുകൊണ്ട് വീട് പൂട്ടിയത് സഞ്ജുവാ. ഇങ്ങോട്ട് വരാന്നേ താക്കോല് വാങ്ങാനും മറന്നുപോയി. ആമി സ്വന്തം മണ്ടത്തരം ഓർത്തു. ഈശോടെ ഗേറ്റ് ചാരി നിന്നു. ചുറ്റിനും വീടാ, പുറത്തേക്ക് ആരും വരുന്നുമില്ല. അതൊരു തരത്തിൽ നല്ലതാ, അല്ലെങ്കിൽ ഇപ്പൊ എത്തും 100 ചോദ്യങ്ങൾ. ആമി വാച്ചിലേക്ക് നോക്കി. ആകാശമാണെങ്കിൽ ഇരുളും മൂടി കെട്ടി നിൽക്കുന്നു. നല്ല മഴ വരാൻ പോകുന്നുണ്ട്. ഈ സാറിത് എവിടെയാണാവോ? ചിന്തിച്ച് തീർന്നത് ഒരു ഓണിന്റെ ശബ്ദം കിട്ടും. ദേ വരുന്നുണ്ട് സഞ്ജു. ആമി ഗേറ്റിന്റെ അരികിൽ പിടിച്ചു അവനെ കൂർപ്പിച്ചു നോക്കി. അവൻ ബൈക്ക് അരികിലായിട്ട് നിർത്തി. അവൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. മുഖത്തൊരു കള്ള ചിരി ഇല്ലേന്നൊരു സംശയം. ഇതാ താക്കോല്, ഗേറ്റ് തുറക്ക. അവൻ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് കൊടുത്തപ്പോ ആമി അത് തട്ടിപ്പറിച്ച് വാങ്ങി ഗേറ്റും തുറക്കും. പിന്നെ ചവിട്ടി കുലുക്കി വീടിന്റെ വാതിലും തുറക്കും. അപ്പോഴേക്കും മഴ തകർത്ത് പെയ്തു തുടങ്ങി. പിന്നാലെ അവൾക്ക് വേണ്ടി വാങ്ങിയ പൊതിയുമായിട്ട് സഞ്ജു അകത്തേക്ക് വന്നു. ആമി സോഫയിൽ ക്ഷീണിച്ചിരിക്കുക. ഇതാ നല്ല ചൂട് ഉഴുന്നുവടെ ചമ്മ. 2 ഗ്ലാസ് കട്ടനും തിളപ്പിച്ചോണ്ട് വാ. ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ പൊതി ആമിയുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തിട്ട് അവൻ റൂമിലേക്ക് പോയി. അവൻ പോയോന്ന് പാല് നോക്കിക്കൊണ്ടു. ആമി ആ പൊതിയുമായി അടുക്കളയിലേക്ക് ഓടി. പൊതി അഴിച്ചിട്ട് ഒഴിക്കും. കൊതിപ്പിക്കുന്നുണ്ട്. വായിൽ നിന്ന് വെള്ളം ഓടുന്നു. പുറത്താണെങ്കിൽ കോരിച്ചൊഴിയുന്ന മഴ, ഒപ്പം കട്ടനിൽ ചൂട് വടയും. ആമി വേഗം വെള്ളം തിളപ്പിച്ച് തേയിലയിട്ട് സ്റ്റവ് ഓഫാക്കി. പഞ്ചസാര ടിൻ തുറന്നപ്പോൾ അതിന് കാര്യം ഒന്ന് പോയി. മുകളിൽ ഷെൽഫ് അരിച്ചു വറക്കാൻ തുടങ്ങി. 1/2 കിലോ പഞ്ചസാര വാങ്ങി വെച്ചത് കാണുമല്ലോ. ഫ്രഷായി വേഷം മാറിയത് ശ്രമിച്ചു. അടുക്കള വന്നപ്പോ അവൻ കാണുന്നത് പെരുവിരൽ ഊന്നിയിരുന്നു. ഗുസ്തി കാണിക്കുന്നവളെ. ജീൻസിന്റെ ടോപ്പ് നന്നേ ചെറുതായത് കൊണ്ട് തന്നെ ഇടുപ്പിന്റെ ഒരു ഭാഗം വെളിയിൽ കാണാം.
പിന്നെ ഇതൊന്നും അറിയാതെ എന്തോ തപ്പുന്നുണ്ട്. സഞ്ജു പമ്മി തോന്നി അവളുടെ പിന്നാലെ ചെന്ന് അവളുടെ ഇടുപ്പിനോട് ചുറ്റിപ്പിടിച്ച് അവനോട് ചേർന്ന് നിർത്തി അണിവയറി അവന്റെ ചൂട് കാരമർന്നിട്ട് ആമിയിൽ വല്ലാത്തൊരു ശബ്ദം പുറത്തേക്ക് വീണു. അവന്റെ കൈ അവളുടെ വിരലുകൾ അമർന്നു. സഞ്ജു മുഖം താഴ്ത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ആമി അവനെ തല തിരിച്ചു നോക്കി. അവന്റെ ചൂട് നിശ്വാസം കവിളി തട്ടിയിട്ട് ആമി കണ്ണിറുക്കി അടച്ചത്. ഒരൊറ്റ തിരിച്ചിൽ സഞ്ജു അവളെ നെഞ്ചിലേക്ക് അമർത്തി. ആമി വിറച്ചുപോയി. ഞൊടിയിടയിൽ ബോധം വന്ന പോലെ അവനെ പിടിച്ചൊരൊറ്റ തള്ളായിരുന്നു. എന്റെ അക്രമോ സാറി കാണിക്കുന്നത്. ആമി അവളുടെ ടോപ്പ് പിടിച്ച് നേരിയിട്ടു. സഞ്ജു അത് കേൾക്കാത്ത പോലെ ഷെൽഫിൽ നിന്ന് പഞ്ചസാര പൊട്ടിച്ച് ചായയിലിട്ട് കലക്കി. ചോദിച്ചത് കേട്ടില്ലേ? സാർ എന്തിനെ തൊട്ടത്? ആമി അവന്റെ നേർക്ക് പാഞ്ഞു വന്നു. എനിക്കിഷ്ടമുണ്ടായിട്ട് അവനും മുഖം കയറ്റിപ്പിടിച്ചു. ആഹാ, അങ്ങനെ ഇപ്പൊ എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ദേഹത്ത് തൊടണ്ട. എനിക്കത് ഇഷ്ടമല്ല. എന്തിഷ്ടമല്ല? എന്നെയോ ഞാൻ തൊടുന്നത്. സഞ്ജു വീണ്ടും അവളുടെ കൈ പിടിച്ച് വലിച്ചത്. രണ്ടും ഇഷ്ടമല്ല. എന്നോട് സാർ മിണ്ടാൻ വരണ്ട. എനിക്ക് ഇഷ്ടമല്ല സാറിനെ. ആമി അവനെ കൈ വലിച്ചെടുത്ത് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടിപ്പോയി. ആ പോക്ക് നോക്കി അവൻ വീഴ്ച നിന്നു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞുപോയി. ആമിയുടെ പിണക്ക് 2 ആഴ്ചയോളം നീണ്ടു. സഞ്ജു ആകെ പെട്ടുപോയിരിക്കാൻ. ആമി ഇങ്ങനെ ഉടക്ക് കാണിച്ചു. അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ലേ. കോളേജിലെത്തിയാണ് കൂട്ടുകാർക്കൊപ്പം ചിരിച്ച് കളിക്കുന്ന കാണാം. അമ്മയോട് വിശേഷങ്ങൾ പറയുന്നത് കേൾക്കാം. തന്നോട് മാത്രം ചതുർത്തി. അവന് അവളോട് പരിഭവം തോന്നി, പിണക്കം തോന്നി. താനില്ലാത്ത ഒരു നിമിഷം തോന്നി. ചിന്തിക്കാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നുള്ളല്ലേ. എന്നിട്ടിപ്പോ മുഖം തരാതെ ഒരു വാക്ക് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാതെ എത്ര ദിവസവും. അവളുടെ ഒച്ചപ്പാടും ബഹളവും ഇല്ലാത്ത വീട് ഒരു ശവപ്പറമ്പാണെന്ന് അവന് തോന്നി. ഇന്നാമിയുടെ അവസാന പരീക്ഷ ദിവസം ബാഗും ഹോൾ ടിക്കറ്റും ഒക്കെ എടുത്ത് അന്നും പതിവ് പോലെ സഞ്ജുവിന് മുന്നേ ഇറങ്ങി. അവള് വാതിലിലൂടെ അവന്റെ മുറിയിലേക്ക് നോക്കി. അവൻ എന്തോ ആലോചിച്ച് ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. ആലോചന എന്തോ ആവട്ടെ. പക്ഷെ അങ്ങനെ ആ താൻ പോകുന്നത് കാണാനാ. ആമിയുടെ ചുണ്ടിൽ ഒരു ചിരി ഉണ്ടായി. പാവം ഒന്ന് പോയി മിണ്ടാൻ തോന്നുന്നുണ്ട്. ആ നെഞ്ചിന് മുഖം ഒരു ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് ഒരു സോറി പറയാൻ. എന്നെ തല്ലിയത് ഒരുപാട് വേദനിച്ചെന്ന് പറയാൻ. എന്തിന് അന്ന് എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കാൻ. അങ്ങനെ 1000 പരാതി പരിഭവങ്ങൾ ആമി അറിയാതെ ആ ചാരിയ വാതിൽ തൂങ്ങിയത്. അത് നല്ല ശബ്ദത്തോടെ മലർന്നു തോന്നി. അതിനൊപ്പം മാമിയും മുന്നോട്ടേക്ക് വീണു. സജ്ജ് തിരിഞ്ഞു നോക്കുമ്പോ ആമി വാതിരി പിടിച്ച് നേരെ നിൽക്കുകയാണ്. പിന്നെ വെപ്രാളത്തിൽ ഹാൻഡിലിൽ കുടിയും ബാഗ് കൊടുത്തു. സഞ്ജു അത്ഭുതത്തോടെ അവളെ നോക്കിയത്. ഞാൻ പോവുകയാണെന്ന് പറയാൻ പോകെ ആമി പരവേശത്തോടെ പറഞ്ഞു. പിന്തിരിഞ്ഞൊരൊറ്റ ഓട്ടമായിരുന്നു. സഞ്ജുവിന്റെ മുഖം വിടരുത്. അവൾക്ക് പിന്നാലെ അവനും ഓടിയിരുന്നു. ആമി അപ്പോഴേക്കും മുറ്റത്തേക്ക് ചാടി ഗേറ്റും കിടന്ന് പോയിരുന്നു. ആമി ഇടറോഡിലൂടെ നടക്കുക. അയ്യേ, എന്താമി ഇത് ബോധമില്ലാതെ? സാറിന് മനസ്സിലായി കാണുമോ ഞാൻ സാറിനെ നോക്കിയെന്നാണ്? ഉണ്ടാവില്ല. ഇനിയോ തോന്നിയാലും സാരമില്ല. കുറച്ചുകൂടി മസിൽ പിടിച്ച് നിന്നാ മതി. എന്നെ അടിച്ചതല്ലേ, ഞാനില്ലാതെ ഇനിയും വീർപ്പൂട്ടെ. ആമി നടന്ന മെയിൻ റോഡിലെത്തിയത്. സ്റ്റോപ്പിൽ നിൽക്കും കൃത്യം മുന്നിൽ ഒരു ബ്ലാക്ക് കാറ് വന്നില്ല. പരിചയമുള്ളൊരു വണ്ടി. ആമി തല താഴ്ത്തി നോക്കിയത്. അതിനകത്ത് ശില്പയായിരുന്നു. ഇന്നും ഒറ്റ കാണും. ശില്പ കളിയാക്കിയത്. ആമി ചുമ്മാ ചിരിച്ചു. വഴക്കിട്ട് നടക്കുന്ന കാര്യമൊക്കെ ശില്പക്കറിയാം. വാ ബ്രാഹ്മി കയറി. ശില്പ അവൾക്കായി ഡോർ തുറന്നു കൊടുത്തു. ഒന്ന് മടിച്ചെത്തി ആമി കയറി. ശില്പ വണ്ടി മുന്നിലേക്ക് എടുത്തു. കാറിനുള്ളിൽ വെസ്റ്റേൺ സോങ് ഒക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പിണക്ക് ഇതുവരെ തീർന്നില്ല അഭിരാമി? ഡ്രൈവിംഗിനിടയിൽ ശില്പ ചോദിച്ചു. അത് പിന്നെ ആമയ്ക്ക് മറുപടി പറയാണ്ടായില്ല. സാധാരണ അഭിരാമി ഇങ്ങനെയല്ലല്ലോ. അവൻ എത്ര ചീത്ത പറഞ്ഞു പിന്നാലെ ചെല്ലില്ലേ. അത് പിന്നെ അന്ന് ഇച്ചിരി കൂടുതലായിരുന്നു. എനിക്ക് ഒരുപാട് സങ്കടവും വന്നു. ഇപ്പോഴും ഉണ്ട്. മിസ് തന്നെ പറ. ദേഷ്യം വരുമ്പോ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളിത്തട്ടി പറയുന്നതായിരിക്കില്ലേ? ആമി അവളുടെ നേരെ തിരിഞ്ഞോട് ചോദിച്ചു. അത് നേരാ. ശില്പ സമ്മതിച്ചു കൊടുത്തു. ആമി അതാണ് എന്നൊരു ഗമയുടെ കൈയും കെട്ടിയിരുന്നു. ശില്പയുടെ കയ്യിൽ പലതവണ വണ്ടി പാടി. അതിന്റെ മൂല കാരണം ആമി തന്നെയാണ്. ആമി സംസാരിക്കുന്നത് ആ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എനിക്ക്. ഈ വണ്ടി നേരെ കോളേജിലേക്ക് വിടാതെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വിട്ടാലോ എന്ന് വരെ അവളെ ചിന്തിച്ചു. അവിടെ എത്തി തന്റെ കൊതി തീർക്കാൻ എങ്ങനെയുണ്ട്. അതിനിപ്പോ സഞ്ജുവിന്റെ ആവശ്യമില്ല.
പുരുഷന്മാരേക്കാൾ പുരുഷന്മാരേക്കാൾ അവക്ക് ആസക്തി കൂടുതൽ പെണ്ണിനോട് തന്നെ. അഥവാ ആമിക്കൊപ്പം സഞ്ജു അല്ലാതെ മറ്റൊരു പുരുഷന്റെ ലഹരി കൂടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ റോണിയെ വിളിക്കണം. അങ്ങനെ 3 പേര് ഒരുമിച്ചുള്ള സംഭവം സ്വപ്നം കണ്ടപ്പോൾ അങ്ങനെ ചിന്തിച്ച് കാട് കയറിയില്ല. ശരി, കോളേജ് കോമ്പൗണ്ടിലേക്ക് തന്നെ കാറ് തിരിച്ചു. ആമി കാറിൽ നിറങ്ങി ഒന്ന് കുനിഞ്ഞു വന്ന് താങ്ക്സ് പറഞ്ഞു. അവളുടെ ടോപ്പിൽ നിറഞ്ഞു കിടക്കുന്ന യൗവനങ്ങളിൽ നിന്ന് കണ്ണു പറിച്ചു മാറ്റി ഏറെ പ്രയാസപ്പെട്ടു പോയി ശില്പ. അവസാന പരിശോധന കഴിഞ്ഞു ആമി നേരെ ഒന്ന് ശ്വാസം വിട്ടു. ഇത്രയും ദിവസം കൊണ്ട് തന്നെ അവൾ ആകെ മടുത്തു പോയിരുന്നു. പഠിക്കാൻ ഇത്രയേറെ കഷ്ടപ്പാടുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഓ, ഈ പഠിപ്പുകളേക്ക് സമ്മതിക്കണം. അങ്ങനെ 4th സെമ്മും കഴിഞ്ഞു. ഇനി നമ്മൾ 3rd ഇയറിലേക്ക് അല്ലേ? ഓ, എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. മനുഷ്യൻ എക്സാം എഴുതി തല വേദനിക്കുക. ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാബ ഹോട്ടലിലേക്ക് പോയാലോ? അയ്യോ, ബാബ ഹോട്ടൽ എന്ന് പറയുമ്പോഴേ ഈ അഭിരാമിയെ സിനിമയ്ക്ക് പോകാൻ വേണ്ടി സഞ്ജയ് സാറോട് എനിക്ക് ബിരിയാണി കൊതിയെന്നും പറഞ്ഞ് 200 രൂപ കള്ളം പറഞ്ഞ് മേടിച്ച ഓർമ്മ വരുന്നു. രേവതി അതും പറഞ്ഞ് ചിരിച്ചപ്പോ കൂടെ എല്ലാവരും ചിരിച്ചു പോയി. അത് വിട്, സമയം ഇപ്പൊ 5 മണിയിലായിട്ടുണ്ട്. നമുക്ക് ഓരോ ഹൽഫാം ലൈം ജ്യൂസും കുടിച്ചാലും വിഷ്ണു ചോദിച്ചു. ആമിയുടെ മുഖം വന്നു. അവളുടെ ഉള്ളിൽ സഞ്ജയുടെ മുഖം തെളിഞ്ഞു. കൂട്ടുകാരുടെ കൂടെ പുറത്തു പോയി വീട്ടിൽ വൈകിയെത്തി. തന്നെ അടിച്ചത് അവൾക്ക് ഓർമ്മ വന്നു. വഴക്ക് പറഞ്ഞത് ഓർമ്മ വന്നു. ഇനി ഇവരുടെ കൂടെ പോയി അവൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാനില്ല കേട്ടോ. ആമി പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. നീ പേടിക്കണ്ട, സഞ്ജയ് സാറിനോട് ചോദിച്ചിട്ട് പോയാ മതി. എങ്കിലും ഞാനില്ല, എന്തോ നല്ല തലവേദനയുണ്ട്. നിങ്ങൾ നോക്കൂ, ഞാൻ പിന്നൊരിക്കലും വരാം. ആമി കള്ളം പറഞ്ഞു. ആമി ഇല്ലാതെ പോകും ആർക്കും ഉത്സാഹം ഇല്ലായിരുന്നെങ്കിൽ ആമി അവർ ഉന്തുത്തള്ളി എങ്ങനെയൊക്കെയോ പറഞ്ഞു വിട്ടു. സഞ്ജു ബാഗും ഫോണും എല്ലാം എടുത്തു സ്റ്റാഫ് റൂമിൽ ഇറങ്ങുമ്പോൾ കോളേജ് പരിസരത്തൊന്ന് ചുറ്റി നോക്കി ആമി എവിടെയെങ്കിലും ഉണ്ടോന്ന്. പക്ഷെ കണ്ടില്ല. ചിലപ്പോ പോയിട്ടുണ്ടാകും. അവൻ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി ബൈക്ക് തിരിച്ച് താക്കോലിട്ടത്. പിന്നീട് മറ്റാരോട് കയറിയുന്നു. അവൻ ഞെട്ടിത്തെറിച്ച് കണ്ണാടിയിലൂടെ നോക്കിയത് പിന്നിലിരിക്കുന്ന ആമി അതിശയത്തോടെ നോക്കി. അവളുടെ മുഖം ഒരു കൊട്ടക്കണക്കിനുണ്ട്. ഇന്നെന്താണ് അവൻ പ്രശ്നം? ഇന്നെന്താ ബസ്സിന് പോയില്ലേ? അവൻ മുഖം ചരിച്ച് ചോദിച്ചത്. ആമിയുടെ മുഖം കുറച്ചുകൂടി വീർത്തു. ബുദ്ധിമുട്ടാണെങ്കിലേ ഞാൻ ബസ്സിന് തന്നെ പൊക്കോളാം. ആമി വണ്ടിയിൽ നിറങ്ങി. അയ്യോ വേണ്ട, കയറിക്കും. ആമി അവനെ തുറച്ചു നോക്കി. ഫ്രണ്ട്സ് എല്ലാരും പോവോ? ആ, അവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ അഭിരാമി എന്താ കൂടെ പോവന്നെ? അതിന് മറുപടി അവന് നേരെ കണ്ണുകളിങ്ങൊരു നോട്ടം നോക്കിയാമി. സഞ്ജുവിന് അതിനുള്ളിൽ അർത്ഥം മനസ്സിലായി. എന്നെ പേടിച്ചിട്ടാണ് പോവാതിരുന്നത്. അവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോ ആമി മിണ്ടാതെ മുഖം കുനിച്ചു. അപ്പാ കയറ്, ഏത് റെസ്റ്റോറന്റിലാണെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടാക്കി തരാം. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വേണ്ട, എനിക്ക് വീട്ടിലേക്ക് പോയാൽ മതി. അവള് വാശിയോടെ കണ്ണു തുറച്ചു അവന് പിന്നിൽ കയറിയിരുന്നു. തനിക്ക് വേണ്ടി അവൾ തന്റെ സ്വന്തം ഇഷ്ടങ്ങളും മാറ്റിവെക്കുകയാണ്. സഞ്ജുവിന് മൊത്തത്തിൽ സങ്കടം തോന്നി. അവൻ ബൈക്ക് മുന്നോട്ടേക്ക് എടുത്തു.